കോലഞ്ചേരി MOSC മെഡിക്കൽ കോളേജിലെ ഒരു റെയർ കോമ്പിനേഷനാണ്. ഹീസ് എ ന്യൂറോ സർജൻ പ്ലസ് ആൻ ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വഴിയെ പറയാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ ബോബി. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പറഞ്ഞു സ്ട്രോക്കാണ് നമ്മുടെ വിഷയമെന്ന് പറഞ്ഞു. ഇപ്പം സ്ട്രോക്ക് എന്താണ് എന്നൊന്ന് വിശദമായി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓൾറെഡി വിശദമായി പറഞ്ഞതുപോലെ തന്നെ തലച്ചോറിൽ രക്തക്കുഴലിലോട്ട് പോകുന്ന ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നതിനാണ് നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. പിന്നെ രക്തക്കുഴലിൽ പൊട്ടി ഉണ്ടാകുന്ന ഒരു സ്ട്രോക്ക് എന്ന് അതിനാണ് നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ ഒരു ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ പെട്ടെന്നുണ്ടാകുന്നത്, അല്ലെങ്കിൽ ദ സ്ട്രോക്ക് ഓഫ് എ ടൈം, ദ സ്ട്രോക്ക് ഓഫ് എ ബെൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇവൻറ്റ് എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഒന്നില്ലെങ്കിൽ ഒരു ഇസ്കീമിക് സ്ട്രോക്ക് ആയിരിക്കാം രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഹെമറാജിക് സ്ട്രോക്ക് രക്തക്കുഴലിൽ പൊട്ടുമ്പോൾ. അങ്ങനെ 2 ടൈപ്പ് മേജർ സ്ട്രോക്കാണ് ഉള്ളത്. ഓക്കെ, ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന ഈ ഇവൻറ്റ് ഡോക്ടർ പറഞ്ഞല്ലോ വളരെ പെട്ടെന്നുണ്ടാകുന്ന സഡൻ ഇവൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം? നമ്മൾ ആദ്യത്തെ ഒരു ഇസ്കീമിക് സ്ട്രോക്ക്, അതായത് രക്തക്കുഴലിൽ ബ്ലോക്കായിട്ടുണ്ടാകുന്ന സ്ട്രോക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിലുണ്ടാകുന്ന അതേ മെക്കാനിസം തന്നെയാണ് തലച്ചോറിലെ രക്തക്കുഴലിലും ബ്ലോക്ക് ആവാനുള്ള കാരണങ്ങൾ. അതായത് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഡയറ്ററി ഹാബിറ്റ്സ്, ബോഡി വെയ്റ്റ്, ലാക്ക് ഓഫ് എക്സസൈസസ്, ഇതെല്ലാം കൊണ്ട് രക്തക്കുഴലുകൾ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി രക്തക്കുഴൽ ബ്ലോക്ക് ആകുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ള കാരണങ്ങൾ. പിന്നീട് ഹാർട്ടിലെ അസുഖങ്ങൾ കാരണം, ഹാർട്ടിൽ വാൽവുലാർ ഡിസീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാർട്ടിൽ അറ്റാക്കിന് ശേഷം ചില ഭിത്തികൾ ശരിക്കും അനങ്ങാതിരിക്കുമ്പോൾ അവിടെ ക്ലോട്ട് ഉണ്ടായിട്ട് അവിടെ നിന്ന് ഡിസ്ലോഡ്ജ് ചെയ്ത് തലച്ചോറിൽ ചെന്ന് ബ്ലോക്ക് ആകുന്നതിന് നമ്മൾ എംബോളിക് സ്ട്രോക്ക് എന്ന് പറയും. അത് വേറൊരു ടൈപ്പ് ഒരു ഇസ്കീമിക് സ്ട്രോക്ക് തന്നെയാണ്. അതായത് തലച്ചോറിൽ രക്തോട്ടം ഒരു ഭാഗത്തോട്ട് നിലയ്ക്കുന്നു. അതിനാണ് നമ്മൾ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ ഇപ്പോൾ 2 തരം സ്ട്രോക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഹെമറേജിക്കും പറഞ്ഞു ഇസ്കീമിക്കും പറഞ്ഞു. ടെക്നിക്കലി അല്ലെങ്കിൽ ഇപ്പം ഇത്രയും വർഷം ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെന്നിലേക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാകുന്നത് ഏതായിരിക്കും? ഇസ്കീമിക് ആണോ ഹെമറേജിക് ആണോ? ഡെഫിനറ്റ്ലി ഇസ്കീമിക് ആണ് ഏറ്റവും കൂടുതൽ. 80% ഓഫ് ദ സ്ട്രോക്ക് ഇസ്കീമിക് ആണ്. ഒരു 10-15% മാത്രമേ ഹെമറാജിക് സ്ട്രോക്ക് ഉള്ളൂ. ഇത് കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ ആൾക്കാർക്ക്. ഇപ്പോൾ ഇത് വരുന്ന ഹെമറേജിക് സ്ട്രോക്ക് വരുന്ന ആൾക്കും ഇസ്കീമിക് സ്ട്രോക്ക് വരുന്ന ആൾക്കും സ്ട്രോക്കിൻ്റെതായ കുറേ സിംറ്റംസും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റും ഉണ്ടല്ലോ. ആ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലേതായിരിക്കും കൂടുതൽ ഡേഞ്ചറസ്? കൂടുതൽ ഡേഞ്ചറസ് ഹെമറാജിക് സ്ട്രോക്ക് ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ പലപ്പോഴും പേപ്പറിലൊക്കെ വായിച്ച് കേട്ടിട്ടില്ലേ, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന്. പലപ്പോഴും നമ്മൾ ചെറുപ്പക്കാരുടെ കാര്യത്തിലും കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് കൊണ്ടായിരിക്കണമെന്നില്ല. പലപ്പോഴും ഉണ്ടാകുന്ന വളരെ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അന്യൂറിസം ബ്ലീഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഹെമറാജിക് ബ്ലീഡ്. അതായത് തലച്ചോറിലെ ഒരു രക്തക്കുഴൽ പെട്ടെന്ന് പൊട്ടി ബ്ലീഡിങ് ഉണ്ടായി നിമിഷ നേരങ്ങൾ കൊണ്ട് ആൾ മരിച്ചു പോകുന്നു. വളരെ നോർമലായിട്ട് നടന്നിരുന്ന ഒരാൾ. പലപ്പോഴും അങ്ങനെയാണ് നമുക്ക് പേഷ്യൻസ് വരാറുള്ളത്. അപ്പോൾ അത് വളരെ ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരാൾക്ക് പെട്ടെന്നുണ്ടാകുന്നൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഹെമറാജിക് സ്ട്രോക്ക് തന്നെയാണ്. ഈ സ്ട്രോക്കിൻ്റെ കാര്യം പറയുമ്പോൾ സ്ട്രോക്കിൻ്റെ സിംറ്റംസോ അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ ഓൺസെറ്റോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി സ്ട്രോക്ക് വന്നതിന് ശേഷം ഒരാൾക്കുണ്ടാവാൻ സാധ്യതയുള്ള ആ ജീവിതത്തിലെ മാറ്റമാണ് ഏറ്റവും പ്രധാനം, അല്ലേ? ഒരു സ്ട്രോക്ക് വന്ന് കിടന്ന് അല്ലെങ്കിൽ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരാൾ പെട്ടെന്ന് കിടന്നു പോകുന്നൊരു സിറ്റുവേഷൻ, അതിന് ഇന്നും ഒരു പരിഹാരം കണ്ടിട്ടില്ല, അല്ലേ? സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് കിടന്നു പോകുന്ന ഒരാളെ നമുക്കൊരു വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഫീൽഡ് വളരെയധികം അഡ്വാൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ സ്ട്രോക്കിനൊരു 5 വർഷം മുമ്പ് ചോദിച്ചാൽ ഇങ്ങനത്തെ ഒരു ഉത്തരം നമുക്ക് പറയേണ്ടി വന്നേനെ. അതായത് സ്ട്രോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ വഴിയൊന്നുമില്ല, ആസ്പിരിൻ കൊടുക്കുക, സഫർ ചെയ്യുക, ഫിസിയോതെറാപ്പി ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിപ്പറയേണ്ട ഒരു ഘട്ടം വന്നിരിക്കുകയാണ്. കാരണം നമുക്ക് സ്ട്രോക്ക് വന്ന് കറക്റ്റ് സമയത്ത്, അതായത് പ്രത്യേകിച്ച് ഇസ്കീമിക് സ്ട്രോക്ക്, ഹെമറാജിക് സ്ട്രോക്കിൻ്റെ കാര്യത്തിലും അതെ, നമുക്ക് ഇസ്കീമിക് സ്ട്രോക്ക് വന്നിട്ട് ആദ്യത്തെ 4.5 മണിക്കൂർ നമ്മളൊരു ഗോൾഡൻ പീരീഡ് നമ്മൾ പറയും. അത്ര സമയത്തിനുള്ളിൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ത്രോംബോലൈറ്റിക് തെറാപ്പി, അതായത് ക്ലോട്ട് അലിയിപ്പിച്ച് കളയാനുള്ള തെറാപ്പി നമുക്ക് ഇന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് വളരെ ഡ്രമാറ്റിക് റിക്കവറി, അതായത് ഒരു പ്രശ്നം പോലും ഇല്ലാതെ തളർന്നു വന്ന ഒരാൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് മുഴുവൻ റിക്കവർ ചെയ്ത് വീട്ടിൽ പോകുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ക്ലോട്ട് അലിയിപ്പിക്കാനുള്ള മരുന്നുകൾ ഇഫക്റ്റീവ് അല്ലാതെ വരുവാണെങ്കിൽ തന്നെ നമുക്ക് കത്തീറ്റർ ഇട്ടിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ ക്ലോട്ട് വലിച്ചെടുത്ത് കളഞ്ഞ് തലച്ചോറിലോട്ടുള്ള രക്തോട്ടം നിലനിർത്താനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ ഈ സ്ട്രോക്ക് ഉണ്ടായി എന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ പോലെ ഗോൾഡൻ പീരീഡിൽ ഈ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള റിലേറ്റീവ്സോ അല്ലെങ്കിൽ പേഷ്യൻ്റ് എവിടെയാണോ അയാളുടെ കൂടെയുള്ള ആൾക്കാരോ അറിയണം ഇതൊരു സ്ട്രോക്കിൻ്റെ സിംറ്റംസ് ആവാമെന്ന്. അങ്ങനെയെങ്കിൽ ബേസിക് സിംറ്റംസ് ഓഫ് സ്ട്രോക്ക് ഒന്ന് പറയാമോ? ബേസിക് സിംറ്റംസ് ഓഫ് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നമുക്ക്
പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബലക്കുറവുണ്ടാവുക, ഒരു സൈഡിൽ ഒരു കൈക്കോ കാലിനോ ബലക്കുറവുണ്ടാവുക, അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോവുക, അല്ലെങ്കിൽ ഡബിൾ വിഷൻ ഉണ്ടാവുക, രണ്ടായി കാണുക, അതല്ലാന്നുണ്ടെങ്കിൽ ബോഡിയുടെ ഒരു വശത്ത് മാത്രം മരവിച്ച് പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുമ്പോൾ വേച്ച് പോവുക. ഇത് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിംറ്റമാണ് ഈ വേച്ച് പോവുക എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും നമുക്ക് നടക്കുമ്പോൾ വേച്ച് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഡോക്ടറെ അടുത്ത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ചില നോക്കുമ്പോഴത്തേക്കും നമ്മുടെ BP കൂടി നിൽക്കുന്നതായിട്ട് കാണും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് BP കൂടിയത് കൊണ്ടാണെന്ന് പലപ്പോഴും പല ഡോക്ടർമാരും തന്നെ തെറ്റിദ്ധരിച്ച് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലച്ചോറിലോട്ടുള്ള രക്തക്കുഴലിൽ എവിടെയെങ്കിലും ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തലച്ചോറിൻ്റെ പുറകിലത്തെ ഭാഗത്തേക്ക് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള ആദ്യത്തെ ലക്ഷണമാണ് നടക്കുമ്പോൾ പെട്ടെന്ന് വേച്ച് പോവുക, ബാലൻസ് പോണ പോലെ തോന്നുക. അപ്പോൾ ബോഡിയുടെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം ഉണ്ട് ഈ ഒരു ബ്ലോക്ക് ഓവർകം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ബോഡി BP പെട്ടെന്ന് കൂട്ടുന്നത്. അപ്പോൾ BP എന്തുകൊണ്ട് കൂടി എന്ന് നമ്മളറിയാതെ BP പെട്ടെന്ന് താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രോക്കിനെ സഹായിക്കുന്ന ഒരു രീതിയായിരിക്കും. BP പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞ് മെക്കാനിസം പോയിട്ട് സ്ട്രോക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പല ഡോക്ടർമാർ തന്നെ ആ ഒരു രീതിയിൽ പലപ്പോഴും തെറ്റായി ചികിത്സിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ബേസിക് സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു സ്ട്രോക്കിൻ്റെ ബേസിക് സിംറ്റംസ് ഒരാളിൽ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താ? ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം വേറെ നമുക്കൊരു ഇമ്മീഡിയറ്റ് പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് വേറെ ഒന്നുമില്ല. എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക, അടുത്ത ട്രീറ്റ്മെൻറ്റ്. പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ലക്ഷണം ഉണ്ടായിട്ട് പെട്ടെന്നൊരു ബലക്കുറവ് പോലെ വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഡബിൾ വിഷൻ പോലെ വന്നു, അല്ലെങ്കിൽ ഒരു വശത്തെ മരവിപ്പ് പോലെ വന്നു. അത് കഴിഞ്ഞ് ചിലപ്പോൾ 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് റിക്കവർ ചെയ്യും. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അത് നെഗ്ലക്റ്റ് ചെയ്യരുത്. അതാണ് ഏറ്റവും ബെസ്റ്റ് വാർണിംഗ്. ദൈവം തന്നൊരു വാർണിംഗ് ആണിത്. കാരണം ആ സമയത്ത് ചെക്കപ്പ് ചെയ്ത് നമ്മളത് രക്തക്കുഴലിലൊരു ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ട ചികിത്സ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മേജർ സ്ട്രോക്ക് ഒഴിവാക്കാം. വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ ഡോക്ടർ, തിരിച്ചു വരാം, ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. പലപ്പോഴും ഈ ഉണ്ടാകുന്ന ചെറിയ തളർച്ചയോ അല്ലെങ്കിൽ കാഴ്ചയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടോ സംസാരത്തിലുണ്ടാകുന്ന വൈകല്യമോ അല്ലെങ്കിൽ നാക്ക് കോടിപ്പോവോ അല്ലെങ്കിൽ താടിയല്ല് അങ്ങനെ വരുന്ന ആ സിംറ്റംസ് 10 മിനിറ്റ് കഴിഞ്ഞ് ശരിയാവുന്നതുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്യപ്പെടാനാണ് പതിവ്, അല്ലേ? ഒന്നുകൂടെ പറയാമോ അതിനെക്കുറിച്ച്? ഇത് നെഗ്ലക്റ്റ് ചെയ്യാതെ എപ്പോഴും ചികിത്സ എടുക്കുന്നത് വളരെ ചുരുക്കമാണ്. അതിനുള്ള ഒരു പ്രതിവിധിയാണ് നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യാതെ, അതിനകത്ത് നിന്ന് റിക്കവർ ചെയ്താലും നെഗ്ലക്റ്റ് ചെയ്യാതെ ഉടനെ ഒരു എക്സ്പേർട്ട് മെഡിക്കൽ കെയർ നിങ്ങൾ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ അതായത് ഒരു ഡെഫിനറ്റ് അതിനുള്ളൊരു വർക്കപ്പ് ഉണ്ട് നമുക്ക്. അതായത് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, എവിടെയാണ് ക്ലോട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, ഹാർട്ട് മുതൽ ആ ചെക്കപ്പ് തുടങ്ങണം. ഹാർട്ടിൽ എന്തെങ്കിലും വാൽവുലാർ ഡിഫോമിറ്റീസ് ഉണ്ടോ, വാൽവിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഹാർട്ടിൽ എന്തെങ്കിലും നേരത്തെ അറ്റാക്കുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അവിടെ ഭിത്തിക്ക് എന്തെങ്കിലും അനക്കക്കുറവുണ്ടോ, അവിടെ ക്ലോട്ട് ഉണ്ടാവാനൊരു സാധ്യതയുണ്ടോ, തലച്ചോറിലോട്ട് പോകുന്ന രക്തക്കുഴലിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ടോ, തലച്ചോറിനകത്തുള്ള രക്തക്കുഴലിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ. അങ്ങനെ ബ്ലോക്കുകൾ കണ്ടുപിടിച്ചാൽ അതിന് ഒന്നില്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹാർട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെൻറ്റിങ്, അങ്ങനെയുള്ള പുതിയ ചികിത്സാ രീതികൾ ഇപ്പോൾ തലച്ചോറിൽ നമുക്ക് സാധ്യമാണ്. അങ്ങനെ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു മേജർ സ്ട്രോക്ക് ഒഴിവാക്കാൻ ഇന്ന് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഡോക്ടറുടെ ടൈറ്റിൽ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുമ്പോൾ ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഇൻ്റർവെൻഷണൽ ന്യൂറോളജി? ഇൻ്റർവെൻഷണൽ ന്യൂറോളജി എന്ന് പറഞ്ഞാൽ വളരെ യങ്, അല്ലെങ്കിൽ ഇൻഫൻസി എന്ന് വേണമെങ്കിൽ പറയാം, വളരെ യങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. കാരണം നമ്മൾ ഹാർട്ടിൽ പണ്ട് മുതലേ നമുക്കറിയാം ആൻജിയോപ്ലാസ്റ്റി, ബലൂൺ ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെൻറ്റിങ് എല്ലാം ചെയ്യുന്നത്. എന്നാൽ ഇത് തലച്ചോറിൽ ചെയ്യാനായിട്ട് വളരെയധികം ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് നമുക്കുണ്ട്. കാരണം ഹാർട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ ഫൈനായിട്ടുള്ള രക്തക്കുഴലുകളാണ് തലച്ചോറിലുള്ളത്. അപ്പോൾ അത്രയും ഫൈനായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കുറച്ച് നാൾ മുമ്പ് വരെ അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് നമുക്ക് മൈക്രോ കത്തീറ്റേഴ്സ്, വളരെ 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 ചെറിയ നമ്മുടെ തലമുടിയുടെ അറ്റ വണ്ണത്തിലുള്ള മൈക്രോ കത്തീറ്റേഴ്സ് നമുക്ക് തലച്ചോറിലേക്ക് കടത്തി വിട്ടിട്ട് അതിനുള്ളിൽ ചികിത്സിക്കാൻ സാധിക്കും. അത് നമ്മുടെ ഹാർട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ തുടയിലൊരു മേജർ രക്തക്കുഴലിൽ കൂടിയിട്ട് വളരെ ലെങ്ത്ത് കൂടിയ കത്തീറ്റേഴ്സാണ് നമ്മൾ തലച്ചോറിലോട്ട് വരുന്നത്. അപ്പോൾ തുടയിൽ നിന്ന് നമ്മൾ തലച്ചോറ് വരെ നമ്മൾ ആ കത്തീറ്റർ എത്തിച്ചിട്ട് അവിടെ നമ്മൾ ചികിത്സ നടത്തും. പണ്ട് നമുക്ക് അന്യൂറിസം, ഒരു ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തലച്ചോറ് തുറന്ന് ഓപ്പറേഷൻ അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് തലയോട്ടി ഒന്നും തുറക്കാതെ തന്നെ രക്തക്കുഴലിനകത്തൂടെയാണ് അത് ബ്ലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് പലപ്പോഴും നമ്മൾ ഇൻസിഡൻ്റലായിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യണം. പേഷ്യൻ്റ് തലവേദനയായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അന്യൂറിസം ആണെന്ന് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ചികിത്സയ്ക്ക് ശേഷം ഒരു 24-48 മണിക്കൂറിന് ശേഷം നമുക്ക് പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഒരു ഓപ്പൺ സ്കൾ സർജറിക്ക് ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മോർബിഡിറ്റി, അതായത് പേഷ്യൻറ്റിൻ്റെ ഹോസ്പിറ്റൽ സ്റ്റേ
ഓൾമോസ്റ്റ് ഒരു 80% നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല ആഡഡ് ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടാകത്തില്ല. ഈ ഇൻട്രവാസ്കുലർ കോയിലിംഗ് ആണ് ഡോക്ടർ ഇപ്പോൾ ഉദ്ദേശിച്ചത്. ഈ ഇൻട്രവാസ്കുലർ കോയിലിംഗ് എനിക്ക് തോന്നുന്നു അത് അത്രയും പോപ്പുലർ ആവാത്തതിനൊരു കാരണം അതിൻ്റെ എക്സ്പെൻസ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് അത് ഇത്രയും എക്സ്പെൻസീവ് ആയിരിക്കുന്നത്? എക്സ്പെൻസീവിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാരണം ഒന്ന് നമുക്ക് വൈഡ് സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. യൂസേജ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് കുറയും. ഇപ്പോൾ ഞാനൊക്കെ ചെയ്ത് തുടങ്ങിയത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തേക്ക് കോസ്റ്റ് വളരെ ഒരു 6-7 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും കോസ്റ്റ് നമുക്കിപ്പോൾ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും ഒരു വൈഡ് സ്പ്രെഡ് യൂസ് കുറേ കൂടെ വരുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നീട് നമുക്ക് അറിയാം, നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മെറ്റൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ്, പിന്നെ പ്ലാറ്റിനമാണ് ഗോൾഡിനേക്കാളും പ്രഷ്യസ്. അപ്പോൾ നമ്മൾ തലയിലിടുന്ന ഈ കോയിൽസ് പ്ലാറ്റിനം വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാച്ചുറലി അത് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇന്ത്യയിൽ അത് മാനുഫാക്ചർ ചെയ്യുന്നില്ല, എല്ലാം നമ്മൾ ഇമ്പോർട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ഡോളർ റേറ്റ് അനുസരിച്ച് അതിൻ്റെ റേറ്റും ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ പേഷ്യൻസിനോട് പറയാറുണ്ട്, കാതിലും കഴുത്തിലും വാങ്ങിച്ചിരുന്നതിന് വരെ നിങ്ങളുടെ ജീവൻ നിലനിർത്തി അതിനേക്കാൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ആഭരണങ്ങൾ തലച്ചോറിലിട്ടിട്ടുണ്ട്. ഡോക്ടർ, ഈ സ്ട്രോക്ക് ഇപ്പം വന്നു, അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്ട്രോക്ക് വരുന്നതിന് ശേഷമുള്ള ചികിത്സയും അതിന് ശേഷം അതിൻ്റെ റീഹാബിലിറ്റേഷനും ഒക്കെ ഇപ്പം ഡോക്ടർ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പേഷ്യൻറ്റിനെ തിരിച്ച് നോർമലി കൊണ്ടുവരാൻ. പക്ഷേ വൺസ് ഒരു കംപ്ലീറ്റഡ് സ്ട്രോക്ക് വന്ന് പേഷ്യൻ്റ് ബെഡ് റിഡൻ ആയാൽ പിന്നീടുള്ള റീഹാബിലിറ്റേഷൻ ഇസ് ഡിഫിക്കൽട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ഈ പറഞ്ഞതുപോലെ ആ ഫസ്റ്റ് സ്റ്റേജിൽ പേഷ്യൻ്റ് റിക്കവർ ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പുതിയൊരു അവയർനെസ് പ്രോഗ്രാംസ് ഒത്തിരി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഹാർട്ടിൽ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് തന്നെയാണ് ബ്രെയിനിൽ വേണ്ടതെന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജാണ്. അതായത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യങ് സ്ട്രോക്കിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീസൺ നമ്മൾ കണ്ടിരിക്കുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. സിഗരറ്റ് സ്മോക്കിംഗ് കൊണ്ട് നമുക്ക് ബിലോ 50 സ്ട്രോക്ക് വന്നിട്ടുള്ളതിൽ 10-ൽ 9 പേരും സ്മോക്കേഴ്സാണ്. ഹെവി സ്മോക്കേഴ്സ് ആയിരിക്കണമെന്നില്ല. കാരണം ഇത് സ്മോക്കിംഗ് ചെയ്യുമ്പോൾ ബ്ലഡ് വെസൽസിൻ്റെ അകത്ത് ഇഞ്ചുറി ഉണ്ടാകുന്നുണ്ട്. അവിടെ വന്ന് ക്ലോട്ടുകൾ അടിഞ്ഞുകൂടി പലപ്പോഴും നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകും. യങ് സ്ട്രോക്കിൻ്റെ മേജർ റീസൺ സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് ഇല്ലാത്തവർക്ക് ഒരു മേജർ ചങ്ക് ഓഫ് സ്ട്രോക്ക് റിസ്ക് ഒഴിവായെന്ന് തന്നെ പറയാം. പിന്നീട് നമ്മുടെ അതർ ലൈഫ് സ്റ്റൈൽസ്, അതായത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം, BP ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നല്ല കൺട്രോളിലായിരിക്കണം. ലൈഫ് സ്റ്റൈൽ, അതായത് പ്രോപ്പർ എക്സസൈസ്, ഹെൽത്തി ഡയറ്റ്, ഫാറ്റ് കുറഞ്ഞ ഡയറ്റ്, പിന്നെ നോർമൽ ഹാർട്ടിന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ബ്രെയിനിന് ആപ്ലിക്കബിൾ ആണ്. ഇത് രണ്ടും ഒരേപോലത്തെ സർക്കുലേഷനാണ്. അപ്പോൾ അത് രണ്ടും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ഗോൾഡൻ പീരീഡിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നു 100% റിക്കവറി ആയിരിക്കുമെന്ന് പറഞ്ഞു. എല്ലാ കേസിലും ഈ 100% റിക്കവറി എല്ലാ കേസസിലും ആയിരിക്കണമെന്നില്ല. അതിനുള്ള ഒരു റീസൺ എന്താണെന്ന് ഇവിടെ പറയാം. നമുക്ക് ഹാർട്ടിലും ത്രോംബോലൈറ്റിക് തെറാപ്പി ഉണ്ട്, എന്നാൽ ബ്രെയിനിലും ത്രോംബോലൈറ്റിക് തെറാപ്പി 100% എഫക്റ്റീവ് ആയിരിക്കത്തില്ല എന്നുള്ളത് അതിൻ്റെ പുറകിലുള്ള ലോജിക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്ക്. കാരണം ബ്രെയിനിലോട്ട് രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോണിൽ രക്തോട്ടം ഇല്ലാതെ അതിനെ സർവൈവ് ചെയ്യാനായിട്ട് 3 മുതൽ 5 മിനിറ്റ് വരെ അതിനെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ തലച്ചോറിലും ഈ സർക്കുലേഷനും കൊളാറ്ററൽ സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു ഭാഗത്തോട്ട് രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ വേറെ രക്തക്കുഴൽ ആ ഭാഗത്തോട്ട് രക്തോട്ടം ഡൈവേർട്ട് ചെയ്ത് വിടുന്ന ഒരു പ്രതിഭാസത്തിനാണ് കൊളാറ്ററൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല കൊളാറ്ററൽ സർക്കുലേഷനുള്ള ഒരു ബ്രെയിൻ ആണെങ്കിൽ നല്ല റിക്കവറി ഉണ്ടാവും. അതേസമയം പുവർ കൊളാറ്ററൽ സർക്കുലേഷനുള്ള ഒരു ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല റിക്കവറി ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഓവറോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരുന്നാലും കൊടുത്താലുമുള്ള ബെനിഫിറ്റ് നോക്കുമ്പോഴത്തേക്കും കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എപ്പോഴും കൊടുക്കാത്ത ഒരാളെക്കാളും ബെറ്റർ ആയിരിക്കും. പിന്നീട് വേറൊരു പ്രശ്നം പലപ്പോഴും പറയുന്നത്, നമ്മൾ ഹാർട്ടിലൊരു ത്രോംബോലൈറ്റിക് തെറാപ്പി കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് പെയിനെല്ലാം മാറിക്കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഒരു ഭാഗം ഡാമേജ്ഡ് ആയി കഴിഞ്ഞാലും പേഷ്യൻ്റ് അത് അറിയുന്നില്ല. കാരണം അകത്ത് പമ്പിങ് കുറവാണെന്നുള്ളത് പേഷ്യൻ്റ് അറിയാൻ പറ്റുന്നൊരു മേജർ ഡാമേജ് വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ തലച്ചോറിൽ ഓരോ മില്ലിമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾക്ക് മൊത്തം തളർച്ച വന്ന് അയാൾ ഫുള്ള് തളർച്ച മാറിക്കഴിഞ്ഞാൽ ഒരു മരവിപ്പുണ്ടെങ്കിൽ അത് ഫുള്ള് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും പേഷ്യൻ്റ് എപ്പോഴും. ഇഞ്ചക്ഷൻ എടുത്തിട്ട് കംപ്ലീറ്റ് മാറിയില്ല, ഒരു മരവിപ്പ് ഇപ്പോഴും ഉണ്ട് എന്ന് പറയും. എന്നാൽ അത് തളർന്നു പോകേണ്ടതായിരുന്നു എന്നുള്ള കാര്യം അവർ ഓർക്കുന്നില്ല. ആ ഒരു മരവിപ്പ് നമ്മുടെ തലച്ചോറിൻ്റെ ഓരോ ഭാഗവും പ്രധാനമായതുകൊണ്ടാണ് ആ മരവിപ്പ് ചെറുതായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം ബെറ്റർ ആയിരിക്കും. മുമ്പുള്ളതിനേക്കാളും നല്ലൊരു ഔട്ട്കം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. വെൽക്കം ബാക്ക്. നമ്മൾ പറഞ്ഞല്ലോ തലച്ചോറിൽ സ്ട്രോക്കിൻ്റെ പ്രിവെൻഷൻ, സ്ട്രോക്കിൻ്റെ ചികിത്സ ഇതെല്ലാം പറഞ്ഞു. ഈ സ്ട്രോക്ക് വന്നാൽ ഉണ്ടാകുന്ന റീഹാബിലിറ്റേഷനെ കുറിച്ചുകൂടെ ഒന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ട്രോക്ക് വന്ന് കിടപ്പായി പോകുന്ന ഒരു വലിയൊരു വിഭാഗമുണ്ട്. ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞതുപോലെ 5 വർഷത്തിനിപ്പുറം അല്ലെങ്കിൽ ഡൗൺ ദ ലൈൻ ട്രീറ്റ്മെൻറ്റിലൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് വ്യത്യാസങ്ങൾ, ടെക്നിക്കൽ സൈഡിൽ വന്നിരിക്കുന്ന ഒരുപാട് വ്യത്യാസങ്ങൾ കാരണം ചിലപ്പോൾ അതിൻ്റെ നമ്പർ കുറഞ്ഞിട്ടുണ്ടാവാം.
പക്ഷെ എന്നാലും അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടല്ലോ. അവരുടെ ഒരു റീഹാബിലിറ്റേഷൻ്റെ കാര്യം കൂടെ ഒന്ന് പറയാമോ? റീഹാബിലിറ്റേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇത്രയും ഒരു റിസോഴ്സസ് ഉള്ളൊരു കൺട്രിയിൽ നമുക്കത് വളരെയധികം നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ ഞാൻ പുറത്ത് എൻ്റെ ട്രെയിനിങ്ങിനെല്ലാം ഞാൻ പുറത്ത് പോയപ്പോൾ ജപ്പാനിലോ ഇവിടെയെല്ലാം ഞാൻ കണ്ട ഒരേ ഒരു വ്യത്യാസം സ്ട്രോക്ക് ട്രീറ്റ്മെൻറ്റിലല്ല, റീഹാബിലിറ്റേഷനിലാണ്. സ്ട്രോക്ക് വന്ന് പേഷ്യൻ്റ് ട്രീറ്റ് ചെയ്ത ആ ഒരു അക്യൂട്ട് ഫേസ് കഴിഞ്ഞാൽ അവർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് പലപ്പോഴും ഞാനിവിടെ പഠിച്ച് ഞാനത് ആ ഒരു ന്യൂറോ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ജപ്പാനിൽ പോകുന്നവരെ എൻ്റെ ഒരു ഐഡിയ കംപ്ലീറ്റ് നമ്മളിത് അഗ്രസീവ് മാനേജ്മെൻറ്റ് മാത്രമായിരുന്നു. എന്നാൽ ജപ്പാനിൽ ചെന്നപ്പോൾ അവർ ഒരു കോമ്പിനേഷൻ ഓഫ് ഇതാണ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോഡേൺ ട്രീറ്റ്മെൻറ്റ് അവരുടെ ട്രഡീഷണൽ ജാപ്പനീസ് ബേസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അവരുടെ. സ്വിമ്മിംഗ് പൂളിൽ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. നമുക്ക് പലപ്പോഴും കൈ കരയിൽ വെച്ച് അനക്കാൻ പറ്റാത്ത കൈ സ്വിമ്മിംഗ് പൂളിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പതുക്കെ അനക്കാൻ തുടങ്ങും. പിന്നെ നെർവ് സ്റ്റിമുലേഷൻ, പിന്നെ അവരുടെ ഒരു ഹോളിസ്റ്റിക്, അതായത് മറ്റേ ഹോട്ട് സ്പ്രിങ്സിൽ കൊണ്ട് സ്ട്രോക്ക് പേഷ്യൻസുമായിട്ട് ട്രിപ്പ് നടത്തുക, അവിടെ പോയി ഹോട്ട് സ്പ്രിങ്സിൽ കിടത്തുക അവരെ. അങ്ങനെ പല പല മൊഡാലിറ്റീസ് വെച്ചിട്ട് ഒരു ലോങ് ടേം പ്രോസസ്സാണ്. നമുക്കിവിടെ അത്രയൊന്നും പറ്റുന്നില്ലെങ്കിലും നമ്മളിപ്പോൾ പല എഫേർട്സ് നമ്മൾ ഇടുന്നുണ്ട്. അതായത് ഗുഡ് ഫിസിയോതെറാപ്പിയും അതായത് നമ്മുടെ ട്രഡീഷണൽ ആയുർവേദിക് നോളജും ഇതെല്ലാം വെച്ച് കമ്പൈൻഡ് ചെയ്തിട്ടുള്ളൊരു റീഹാബിലിറ്റേഷൻ പാക്കേജ് അങ്ങനെ നമ്മൾ തുടങ്ങി പേഷ്യൻസിന് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിൻ്റെയും ബെനിഫിറ്റ് കിട്ടാനായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് തന്നെ വേണമെങ്കിൽ പറയാം. അതാണ് വേണ്ടത്. അത് നമ്മൾ പല എഫേർട്സും നമ്മൾ പേരുമായിട്ട് നമ്മൾ സംസാരിച്ച് അവർ പലപ്പോഴും നമ്മുടെ സിസ്റ്റമാണ് ബെറ്റർ എന്ന് ചിന്തിക്കുന്നതാണ് പലപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ പേഷ്യൻ്റ് ബെനിഫിറ്റിന് വേണ്ടി എല്ലാ സിസ്റ്റവും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പലപ്പോഴും ഞങ്ങൾ തന്നെ പറഞ്ഞു വിടാറുണ്ട്. കാരണം അവർക്ക് പേഷ്യൻസിനോട് പലപ്പോഴും ഞാൻ പറയും ഇത് പോയി ഒന്ന് തിരുമ്മിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പേഷ്യൻ്റ് തന്നെ അത്ഭുതമാണ്, ഡോക്ടർ എന്താ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ്. അപ്പോൾ പക്ഷേ നമുക്ക് വേണ്ടത് ഒരു സെൻറ്ററിൽ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് വരണം. അപ്പോൾ ഈ പേഷ്യൻ്റ് ഇതായിരിക്കും കുറച്ചും കൂടെ ബെനിഫിഷ്യൽ എന്ന് പറയുമ്പോൾ അവർക്കത് കൊടുക്കുക. നമുക്ക് പലപ്പോഴും ഒരു മസാജും കാര്യങ്ങളും നമ്മുടെ ഓയിൽ മകത്തും ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു വെൽബീങ് ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് അവർക്കും കിട്ടും. അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മുടെ ട്രഡീഷണൽ നോളജ് അല്ലെങ്കിൽ ട്രഡീഷണൽ വിസ്റ്റം എന്ന് പറയുന്ന ഒരു നോളജ് ഉണ്ട്. അതിനകത്തുനിന്ന് കിട്ടുന്ന ബെനിഫിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നടന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഒരു പേഷ്യൻറ്റിന് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് റേഡിയേഷനൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ പേഷ്യൻ്റ് റിക്കറൻസ് ആയിട്ട് വന്നു. റേഡിയേഷൻ കഴിഞ്ഞിട്ട് പിന്നെയും ഗ്രോത്ത്. ഞാൻ പറഞ്ഞത് എന്തായാലും പേഷ്യൻ്റ് തളർന്ന് പിടിച്ചാണ് നമ്മുടെ റൂമിൽ കൊണ്ടുവന്നത്. അപ്പോൾ അവരോട് പറഞ്ഞത് എന്തായാലും 2ാമത് ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരി ഞങ്ങൾ ആലോചിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. പിന്നെ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിഞ്ഞാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവർ എൻ്റെ അടുത്ത് വന്നത്. പെർഫെക്റ്റ്ലി നോർമലായിട്ട് നടന്നു വന്ന ലേഡി. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി ഒരു ഹോമിയോ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഭയങ്കര എഫക്റ്റീവാണ് ഡോക്ടർ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സിസ്റ്റംസും നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സിസ്റ്റം മാത്രമാണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റമാണ് റീഹാബിലിറ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. റീഹാബിലിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ട്രെയിനിങ് നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചുങ്ങൾക്ക് സ്ട്രോക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലത്തേക്കായി ഉപയോഗിക്കുന്ന ഭാഗം തലച്ചോറിൽ അത് അധികം നാളായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ തലച്ചോറിൻ്റെ വേറൊരു ഭാഗം അത് ഏറ്റെടുക്കും ഉടനെ ഫംഗ്ഷൻ. അപ്പോൾ കൊച്ചുങ്ങൾക്ക് സ്ട്രോക്ക് വരുവാണെങ്കിൽ അത് ഉടനെ റിക്കവർ ചെയ്യും. പക്ഷേ അഡൽട്ട്സിൻ്റെ എന്ന് വെച്ചാൽ നമ്മളൊരു 10-45 വർഷമായിട്ട് തലച്ചോറിൻ്റെ ഒരു ഭാഗം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭാഗം അത് ട്രെയിൻഡാണ്. ബാക്കി ഭാഗങ്ങൾ അത് ഏറ്റെടുക്കാനായിട്ട് ട്രെയിൻഡ് അല്ല. അപ്പോൾ അതിന് ട്രെയിൻ ചെയ്യിച്ചെടുക്കുക എന്നാണ് നമ്മൾ ഫിസിയോതെറാപ്പിയും ബാക്കി കാര്യങ്ങളെല്ലാം വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് അഗ്രസീവായിട്ട് കുറേ കൂടെ ഇൻറ്റൻസീവ് ട്രെയിനിങ് വേണം. അത് ആൾക്കാർക്ക് ഒരു അവയർനെസ് വരും. ആൾക്കാർ വിചാരിക്കണം ഒരു 2 ആഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് ഉടനെ ബെറ്റർ ആവും. ഓൺഗോയിങ് പ്രോസസ് ആയിരിക്കണം. അത് പേഷ്യൻ്റ് എന്തൂസിയാസം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ. ഡോക്ടർ ഒരുപക്ഷെ ഡോക്ടർ MBBS സമയത്ത് അന്നത്തെ ടെക്സ്റ്റ് ബുക്ക് നോളജ് അനുസരിച്ച് സ്ട്രോക്ക് വരുന്ന ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് എബോ ഒരു 45 മിഡിൽ ഏജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കായിരിക്കും. പക്ഷേ ഇന്ന് ആ സിൻ എല്ലാം മാറിയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഒരു യങ് പേഷ്യൻറ്റ് സ്ട്രോക്ക് വരുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ടല്ലോ. ഒരു എത്ര വയസ്സ് മുതൽ ഇന്ന് സ്ട്രോക്ക് പ്രതീക്ഷിക്കാം നോർമൽ കേസ്? ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും കുറവ് 28 ഇയേഴ്സാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാലും നമുക്ക് യങ് സ്ട്രോക്ക് ഞാൻ പറഞ്ഞില്ലേ, യങ് സ്ട്രോക്ക് കണ്ടിരുന്നവരിൽ 95% ലൈഫ് സ്റ്റൈൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതില്ലാതെ ഹെൽത്തി ലൈഫ് സ്റ്റൈലുള്ളവർക്ക് സ്ട്രോക്ക് വരുന്നത് വളരെ 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 റെയറാണ്. നമുക്ക് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഹെമറാജിക് സ്ട്രോക്കിൻ്റെ കാര്യം ഡിഫറെൻ്റ് ആണ്. അതായത് അന്യൂറിസം റപ്ചർ വരുന്നത് അത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ല, അത് ഒരു ജനറ്റിക് റിസ്ക് ആണ്, ഡിഫോമിറ്റി ആണല്ലോ. അതൊരു ജനറ്റിക് റിസ്ക് ആണ്. നമ്മുടെ രക്തക്കുഴലിൽ ജന്മനാ തന്നെ ഒരു ഡിഫക്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഹെഡ് ഏക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനാണ് ചെക്കപ്പ് ചെയ്യണം, വേണ്ടി വന്നാൽ സ്കാൻ ചെയ്യണം എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയാണ്. കാരണം ഏർലി ഡിറ്റക്ട് ഇത് സംഭവിച്ചു കഴിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ ഈസിയാണ് നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. സ്ട്രോക്ക് ഒരിക്കൽ വന്നു,
ട്രീറ്റ് ചെയ്തു, ഓൾമോസ്റ്റ് ഡോക്ടർ പറഞ്ഞ പോലെ 100% റിക്കവറി. റിക്കറൻസിന് ചാൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ത്രോംബോലൈസിസ് അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് പേഷ്യൻ്റ് റിക്കവർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആ പേഷ്യൻറ്റിന് ഫർദർ റിസ്കിനുള്ള സ്ക്രീൻ ചെയ്യണം. സ്ക്രീൻ ചെയ്തിട്ട് എവിടെയെങ്കിലും രക്തക്കുഴലിൽ ബ്ലോക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം മെഡിക്കൽ മാനേജ്മെൻറ്റ് മതിയോ അതോ ഫർദർ ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻഡിങ് അങ്ങനെ എന്തെങ്കിലും വേണോ വേണ്ടിയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. ലൈഫ് ലോങ് മിക്കവാറും അവർ നമ്മുടെ ആസ്പിരിൻ അങ്ങനത്തെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ്സ് കഴിക്കണമായിട്ട് വരും. ഇടയ്ക്ക് മുടക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും റിസ്ക് ഉണ്ട് ഫർദർ ഒരു സ്ട്രോക്ക് ഉണ്ടാവാനായിട്ട്. അപ്പോൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം, അതേസമയം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ റിക്കറൻസ് ഓഫ് സ്ട്രോക്ക് ഡെഫിനറ്റ്ലി ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ആസ്പിരിൻ പോലത്തെ മെഡിസിൻസ് കഴിക്കുന്നവർക്ക് റീനൽ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ട് അതിന് പകരം വേറെ എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്? ഇതൊരു വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചതാണ്. അങ്ങനെയൊരു ചാൻസ് ഇല്ലേ? ആസ്പിരിൻ കഴിച്ച് റീനൽ ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ വളരെ കുറവായിട്ട് കാണാറുള്ളൂ. അങ്ങനെ ഉണ്ടാവാറില്ല. ലോങ് ടേം ഉപയോഗിച്ചാൽ വലിയ പ്രോബ്ലം ഉണ്ടാവാറില്ല. അങ്ങനെ നമ്മളൊരു പെയിൻ കില്ലേഴ്സ്, അതായത് ഒരു NSAIDs അത് കഴിക്കുന്ന അത്രയും ഒരു റിസ്ക് ഡെഫിനറ്റ്ലി ഇല്ല. ഇപ്പോൾ സ്ട്രോക്ക് ഡോക്ടറുടെ അഭിപ്രായത്തിൽ സ്ട്രോക്ക് ആ ഗോൾഡൻ പീരീഡിനുള്ളിൽ ഹോസ്പിറ്റലൈസേഷൻ സാധ്യമാവുകയാണെങ്കിൽ 100% റിക്കവറിക്ക് ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് 100%. എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. പിന്നെ സ്ട്രോക്ക് പ്രിവെൻറ്റബിൾ ആണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് സ്ട്രോക്ക്. ഏജ് ഓഫ് സ്ട്രോക്ക് ഏജ് ഓഫ് ഓൺസെറ്റ് ഓഫ് സ്ട്രോക്ക് ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുന്നു. അതിന് കാരണം ഡോക്ടർ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈലിൻ്റെ റിസ്ക് ഫാക്ടേഴ്സാണ്. അപ്പം സ്ട്രോക്കിനെ കുറിച്ചുള്ള നമ്മുടെ ഈ പ്രോഗ്രാം ഏകദേശം അവസാനിക്കുകയാണ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ന്യൂറോ സർജനും ഇൻ്റർവെൻഷൻ ന്യൂറോളജിസ്റ്റും തമ്മിലുള്ള ആ കോമ്പിനേഷൻ എങ്ങനെ വന്നു? ബേസിക്കലി അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഗുണം ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം, അതായത് ഒരു പൈലറ്റിന് നീന്താൻ അറിയാമെങ്കിലും പ്ലെയിൻ താഴെ കടലിൽ വീണാലും നീന്തി രക്ഷപ്പെടാമല്ലോ. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറോ സർജൻ എന്ന് പറയുമ്പോൾ നമ്മൾ തല തുറന്ന് ഓപ്പറേഷൻ ചെയ്ത് യു ആർ വെരി കോൺഫിഡൻറ്റ് വിത്ത് ഇറ്റ്. പക്ഷേ നമ്മൾ ഇൻ്റർവെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ അന്യൂറിസം ഓൾറെഡി തല തുറന്ന് എല്ലാം ക്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് യു ആർ വെൽ അവെയർ ഓഫ് ദ അനാറ്റമി എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഇൻ്റർവെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്. നമുക്കൊരു ആവറേജ് അന്യൂറിസം സർജറി നമ്മൾ എത്രയൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്താലും ഒരു 3 to 4 hours എടുക്കും. അതേസമയം നമുക്ക് കോയിലിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിൽ 1/2 hour 45 minutes നമ്മൾ തീർക്കാറുണ്ട്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ തല തുറക്കാതെയുള്ള ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കോയിലിംഗ് ചെയ്യുവാണെങ്കിലും 2 പ്രാവശ്യം എനിക്ക് അങ്ങനെ പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്താൻ. അതായത് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ കോമള പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് മാത്രം വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ബലൂണും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഒരു പരിധി വരെ റിപ്പയർ ചെയ്യാം. പക്ഷേ എന്നാലും ചിലപ്പോൾ നമുക്ക് അതിലും പിടിക്കാൻ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തുറന്ന് ഓപ്പറേഷൻ ചെയ്യാം. 2 പേഷ്യൻറ്റിനെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മുടെ ആ ഒരു കോമ്പിനേഷൻ, അതായത് നമ്മൾ ഇൻ്റർവെൻഷനിസ്റ്റാണ് അതേസമയം ന്യൂറോ സർജനാണ്, അത് നമുക്ക് ഉടനെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഡിസിഷൻ എടുക്കാം. മറ്റേത് ഒരു സർജിക്കൽ സ്കില്ലില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളുടെ ഹെൽപ്പ് വേണം. വേറൊരാൾ വന്ന് അയാൾ അസസ് ചെയ്ത് അപ്പോൾ ആ ഒരു ടൈം പോയി, അത്രയും സമയം കൊണ്ട് ബ്രെയിന് ഡാമേജ് ആയി. ഇത് നമുക്ക് ഇമ്മീഡിയറ്റ് ഡിസിഷനാണ്, ടേക്ക് ഹിം ഇമ്മീഡിയറ്റ്ലി ടു തിയേറ്റർ, ഓപ്പൺ അപ്പ്. അപ്പോൾ അതുകൊണ്ട് 2 പേഷ്യൻറ്റിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു കോമ്പിനേഷൻ കൊണ്ട്. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഡോക്ടർ ബോബി ജോസ്, അദ്ദേഹം കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടർ ഒരു ന്യൂറോ സർജനാണ് പ്ലസ് ഒരു ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ്. ഇറ്റ്സ് എ റയർ കോംബോ. ആ ഒരു കോമ്പിനേഷനുള്ള ഒരാളാണ് ഇവിടെ വന്നത്. സ്ട്രോക്കിനെ കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു. സ്ട്രോക്കിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, സ്ട്രോക്ക് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, സ്ട്രോക്ക് പ്രിവെൻഷൻ എന്തൊക്കെ സാധ്യതകളുണ്ട്, സ്ട്രോക്കിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് സാധ്യതകളുണ്ട്. സ്ട്രോക്ക് വന്നാൽ അദ്ദേഹം പറഞ്ഞതുപോലെ ആദ്യത്തെ ആ ഒരു 3 മണിക്കൂർ വരെ പറയാൻ തോന്നുന്നില്ല നമുക്കത്. ഇല്ല, നമ്മളിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് 4.5 മണിക്കൂർ വരെ പറയും. 4.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഉള്ളിലെങ്കിലും ഒരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറ്റി. ഏറ്റവും നേരത്തെ എത്തിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 4.5 മണിക്കൂറിനുള്ളിലെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 100% റിക്കവറിയാണ് അദ്ദേഹം. എല്ലാ പേഷ്യൻസിലും അത് സംഭവിക്കണമെന്നില്ല, എന്നാൽ പോലും പല പേഷ്യൻസിലും അങ്ങനെ സംഭവിക്കാമെന്നാണ് ഡോക്ടർ ഇവിടെ പറഞ്ഞത്. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് എഴുതുക. drstock@kairalitv.in ആണ് ഇമെയിൽ ഐ ഡി. പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായിട്ട്. ബൈ.